ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നോക്കുന്നത് ഒരു വയറിങ്ങിൻ്റെ സമയത്ത്, അതായത് വീടുകളുടെ വയറിങ്ങിൻ്റെ റൂമിൻ്റെയൊക്കെ വയറിങ്ങിൻ്റെ സമയത്ത് ഏതൊക്കെ സർക്യൂട്ടുകളാണ് നമ്മൾ വലിക്കേണ്ടത്, റൂമിലേക്ക് വലിക്കേണ്ട സർക്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ റൂം സർക്യൂട്ട് നമ്മൾ നോക്കുക. AC ഹീറ്റർ വരുന്നുണ്ട്, അതിനുശേഷം വരുന്നത് പിന്നെ വരുന്നത് നോർമൽ സർക്യൂട്ട് വരുന്നുണ്ട്, സാധാ സർക്യൂട്ട് അതായത് റൂമിലേക്ക് വരുന്ന സർക്യൂട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്ന AC വരുന്നുണ്ട്, ഹീറ്റർ വരുന്നുണ്ട്, സാധാ സർക്യൂട്ട് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം മാസ്റ്റർ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വരുന്നതാണ്. ഇനി AC നോക്കാം. ACക്ക് നമുക്ക് ഏതൊക്കെ പോയിൻ്റ് വയറാണ് കൊടുക്കേണ്ടത് എന്നാണ് നോക്കുന്നത്. ഫേസ് ന്യൂട്രൽ വരുന്നുണ്ട്. ഫേസിന് നമ്മൾ കൊടുക്കുന്നത് 2.5 വയർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ന്യൂട്രലിനും 2.5ൻ്റെ വയറാണ് നമ്മൾ കൊടുക്കുന്നത് ന്യൂട്രലിന്. അതായത് ACക്ക് നമ്മൾ 2.5 വയർ കൊടുത്താൽ മതി, എർത്തിനാണെങ്കിലും 1.5 മതി. പണ്ടൊക്കെയാണ് ഒരു 4 വയറൊക്കെ ഇട്ട് വലിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. AC ആണെങ്കിൽ 2.5 വയർ വരെ ലാവിഷായിട്ട് നമുക്ക് ലോഡ് എടുക്കാം, ഒരു പ്രശ്നവുമില്ല. അടുത്താണ് നമുക്ക് വരുന്നത് റൂം സർക്യൂട്ടാണ് വരുന്നത്. റൂം സർക്യൂട്ട് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂം സർക്യൂട്ടിൽ നമുക്ക് എന്തൊക്കെ വയറുകളാണ് ആദ്യം വരുന്നതെന്ന് നോക്കണം. ഒന്നാമത് വരുന്നത് റൂം സർക്യൂട്ട് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ റൂമിലേക്ക് വരുന്ന മെയിനായിട്ട് വരുന്ന സർക്യൂട്ടുകളൊക്കെയാണ്. ഒന്നാമത്തെ വരുന്നത് നമ്മൾ അതിൻ്റെ അകത്ത് AC ആദ്യം വരച്ചു, അതിനുശേഷം ഫേസ്, പിന്നെ വരുന്നത് ന്യൂട്രൽ വരുന്നുണ്ട്. ഫേസ് നമുക്ക് 2.5 വയർ വലിക്കാം, കാരണം അത്രയും ലോഡ് കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് 2.5 വയർ തന്നെ കൊടുക്കുന്നത്. ന്യൂട്രൽ നമ്മൾ കൊടുക്കുന്നത് 2.5 വയർ തന്നെയാണ് കൊടുക്കേണ്ടത്. പിന്നെ വരുന്നത് എർത്ത് 1.5 വയർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന സർക്യൂട്ടാണ് ഇൻവെർട്ടർ സർക്യൂട്ട് വരുന്നുണ്ട്, മാസ്റ്റർ സർക്യൂട്ട് വരുന്നുണ്ട്. കണ്ടോ, ഈ എർത്ത് വേണമെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. അതാണ് ഞാനവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ എർത്ത് നമുക്ക് ACക്ക് വലിക്കുന്ന ആ സെയിം എർത്ത് തന്നെ നമുക്ക് റൂമിലേക്ക് വലിക്കാം. പിന്നെ ഇൻവെർട്ടർ വരുന്നുണ്ട്. ഇൻവെർട്ടറും 1.5ൻ്റെ വയർ തന്നെ മാത്രം മതി. മാസ്റ്ററിൻ്റെ സർക്യൂട്ടാണെങ്കിലും നമുക്ക് 1.5 മാസ്റ്റർ സർക്യൂട്ട് എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വീട് മൊത്തം തെളിയാവുന്ന രീതിയിലുള്ള സർക്യൂട്ട് വരുന്ന സ്വിച്ച് വെക്കുന്നത് റൂമുകളിലാണ്. അപ്പോൾ അതിൻ്റെ മാസ്റ്റർ സർക്യൂട്ട് ഇതാണ് ഒരു റൂമിലേക്ക് വരുന്ന മെയിനായിട്ട് വരുന്ന സർക്യൂട്ട്. പിന്നെ വരുന്നത് ഹീറ്ററിൻ്റെ സർക്യൂട്ടാണ്. ഹീറ്ററിൻ്റെ സർക്യൂട്ട് നമുക്ക് എവിടെ നിന്ന് എടുക്കാം? ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന ഹീറ്ററിൻ്റെ സർക്യൂട്ട് നമ്മൾ ഈ റൂം സർക്യൂട്ടിൽ AC അല്ല, റൂം സർക്യൂട്ടിലേക്ക് 2.5ൻ്റെ വയർ നമ്മൾ ഫേസ് ന്യൂട്രലായിട്ട് വലിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ലൂപ്പ് ചെയ്ത് എടുത്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന 2.5ൻ്റെ വയർ നമ്മൾ ഈ ഹീറ്ററിന് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഹീറ്ററിന് നമ്മൾ കൊടുക്കുന്നത് 2.5ൻ്റെ വയർ കൊടുത്തു, 1.5ൻ്റെ വയറും കൊടുത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് DBയിൽ നിന്ന് വയർ വലിക്കേണ്ട കാര്യമില്ല. റൂം സർക്യൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് ലൂപ്പ് ചെയ്ത് എടുത്താൽ മതി. റൂം സർക്യൂട്ടിൽ 2.5ൻ്റെ വയർ വരുന്നുണ്ട്, അതിൻ്റെ ലൂപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ന്യൂട്രും അതുപോലെ തന്നെ ലൂപ്പ് ചെയ്ത് എടുക്കാം. എർത്തും ഇതുപോലെ തന്നെ ഒരു റൂമിലേക്ക് ഒറ്റ എർത്ത് മതിയാവും. 1.5ൻ്റെ വയറും ACക്ക് ഹീറ്ററിന് റൂം മൊത്തമായിട്ട് ഒറ്റ 1.5ൻ്റെ എർത്ത് മതിയാവും. അപ്പോൾ ഒറ്റ എർത്ത് കോമൺ ആണ്. ബാക്കി എല്ലാം സെപ്പറേറ്റ് വരുന്നത് എർത്ത് മാത്രം നമ്മളിവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.